മഹാരാഷ്ട്രയിലെ റായ്ഗഡ് എന്ന ഡിസ്ട്രിക്റ്റിൽ മഹദ് എന്ന ഗ്രാമത്തിനോട് ചേർന്ന് വനം ഒളിപ്പിച്ചു വച്ചേക്കുന്ന ഒരു വെള്ളച്ചാട്ടമുണ്ട്. 400 അടി ഉയരത്തിൽ നിന്ന് ഒരു ചെറിയ നീൽ ടിൻറ്റോടുകൂടെ ഒഴുകുന്ന നാനേമാച്ചി എന്ന മാജിക്കൽ വാട്ടർഫോൾസ് തേടിയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. മഹാരാഷ്ട്രയിലെ ഞങ്ങളുടെ 2ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം കലാവന്തി ദുർഗ് ട്രക്കിങ്ങിനെല്ലാം ശേഷം തിരിച്ച് ഞങ്ങൾ രാത്രി പൻവേലെത്തി. പൻവേലിൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾ ഈ പാക്കേജ് എടുത്തേക്കുന്ന ടീം ഞങ്ങളെ പിക്ക് ചെയ്തു. മഞ്ചല ട്രക്കേഴ്സ് എന്ന ടീമിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഒരു യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ മഹാരാഷ്ട്ര ട്രിപ്പിൽ ആദ്രൈ ജംഗിൾ ട്രക്കിംഗ് ചെയ്തതും ഈ ഒരു മഞ്ചല ടീമിൻ്റെ കൂടെ തന്നെയായിരുന്നു. വെളുപ്പിനെ 12 മണിക്ക് പൻവേലിൽ നിന്ന് പുറപ്പെട്ട് രാവിലെ ഏകദേശം 6 മണിയായപ്പം ബേസ് വില്ലേജിലെത്തി. ഇവിടുന്ന് ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. അതിനുശേഷം ഒരു 6 കിലോമീറ്ററും കൂടെ യാത്ര ചെയ്ത് വേണം നമുക്ക് വാട്ടർഫോൾ എത്താൻ. അടുത്ത ദിവസം ഞങ്ങൾക്ക് ഹരിഹർ ഫോർട്ട് പോകേണ്ടതുകൊണ്ട് നാസിക് എത്തേണ്ടതായിട്ടുണ്ട് രാത്രിക്ക്. അതുകൊണ്ടാണ് ഈ ഒരു വാട്ടർഫോൾ ട്രക്കിങ്ങിന് ഒരു പാക്കേജ് സെലക്ട് ചെയ്തത്. പാക്കേജ് എടുക്കാതെ തന്നെ നമുക്കിവിടെ എത്താൻ സാധിക്കും, പക്ഷേ എല്ലാ ടൈമിങ്ങിലും ബസ്സസ് അവൈലബിൾ അല്ല എന്നേ ഉള്ളൂ. മഹദ് എന്ന ഗ്രാമത്തിനോട് ചേർന്നിട്ടാണ് ഈ ഒരു വാട്ടർഫോൾ. അപ്പോൾ മഹദിൻ്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ വീർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ്. പക്ഷേ അങ്ങോട്ട് ഡയറക്റ്റ് ട്രെയിൻസ് ഭയങ്കര കുറവാണ്, എസ്പെഷ്യലി കേരളത്തിൽ നിന്ന്. അതുകൊണ്ട് നമുക്ക് മൻഗോൺ എന്നൊരു സ്റ്റേഷനുണ്ട്. മൻഗോണിലോട്ടും ഡയറക്റ്റ് ട്രെയിൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, എന്നാലും നമുക്ക് എത്താൻ സാധിക്കും. മൻഗോണിൽ നിന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മഹദിന് ബസ് എടുത്ത് വരാൻ സാധിക്കും. മഹദ് അത്യാവശ്യം സൗകര്യങ്ങളുള്ളൊരു ടൗണാണ്. മഹദിൽ നിന്ന് നമുക്ക് നാനേമാച്ചിയിലോട്ട് ഏകദേശം ഒരു 30 കിലോമീറ്റർ അടുത്ത ദൂരമുണ്ട്. അങ്ങോട്ട് രാവിലെ 6 മണി മുതൽ ഏകദേശം ബസ്സുകൾ അവൈലബിൾ ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മഹദിൽ നിന്ന് ബിർവാടി എന്ന സ്റ്റോപ്പിലോട്ട് ടിക്കറ്റ് എടുക്കാം. അവിടുന്ന് പിന്നെ ഓട്ടോയ്ക്ക് ഒരു 200 രൂപ കൊടുത്താൽ നമുക്ക് നാനേമാച്ചി വാട്ടർഫോൾസ് എത്താം. അതല്ലെങ്കിൽ ദഹിവാഡ് എന്ന് പറയുന്നൊരു സ്റ്റോപ്പുണ്ട്. അവിടുന്ന് കുറച്ചധികം ഒരു 6 കിലോമീറ്റർ ട്രെക്ക് ചെയ്താൽ നമുക്ക് നാനേമാച്ചി എത്താൻ പറ്റും. അങ്ങനെ ഞങ്ങളുടെ ട്രെക്കിംഗ് ലീഡർ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി. എല്ലാവരും തന്നെ അത്യാവശ്യം ട്രെക്കിംഗ് ചെയ്ത് പരിചയമുള്ളവരൊക്കെ തന്നെയാണ്. പിന്നെ നാനേമാച്ചി എന്ന് പറയുന്നത് ഒത്തിരി ഹാർഡ് ട്രെക്കിംഗ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു 3 കിലോമീറ്റർ ഒരു ജംഗിൾ ട്രയലാണ് നമുക്കുള്ളത്. അത്യാവശ്യം ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ട്രയൽ കൂടിയാണ്. ഞാൻ മഹാരാഷ്ട്രയെ പറ്റി ചെയ്ത ഏത് വീഡിയോ എടുത്താലും അതിൽ ഞാൻ എല്ലാ തവണയും പറയുന്നൊരു കാര്യം ഇവിടെയും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഗ്രാമത്തിൻ്റെ ഭംഗി തന്നെയാണ് കേട്ടോ. ഇവിടെ നെൽകൃഷി കാണാൻ സാധിക്കും. അതുപോലെ സൈഡിലായിട്ട് കൂറ്റൻ മലനിരകളും എല്ലാം തന്നെയുണ്ട്. ആ ഒരു കാഴ്ച മഹാരാഷ്ട്രയിലെ ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അടുത്താണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. കാരണം പാക്കേജൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ വരുന്നത് വീക്കെൻഡ്സ് ആണ്. അത്യാവശ്യം ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നാനേമാച്ചി. അതുകൊണ്ട് നിങ്ങൾ ലോ ബഡ്ജറ്റിലൊക്കെ ട്രാവൽ ചെയ്യാനും അതുപോലെ അത്യാവശ്യം സമയമുള്ളവരൊക്കെ ആണെങ്കിൽ ഇടദിവസം വരാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തിരക്കൊന്നുമില്ലാതെ ഈ ഒരു പ്ലേസ് നമുക്ക് മാക്സിമം ആസ്വദിക്കാൻ സാധിക്കും. ഈ ഒരു തിരക്കുണ്ടെന്ന് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. സൺഡേ ആയതുകൊണ്ട് എന്തായാലും എനിക്ക് പറ്റിയൊരു ട്രാവൽ പാർട്ട്ണറാണ് ഈ ഒരു യാത്രയിൽ കിട്ടിയത്. ഞങ്ങൾ രണ്ടും ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് ആ തിരക്കിൻ്റെ ആ ഒരു ആംബിയൻസ് അത്ര ഇഷ്ടപ്പെടാതെ ആണെങ്കിലും പക്ഷേ ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞാനും റോമി ബ്രോയും പതുക്കെ മുമ്പോട്ട് നീങ്ങി. കലാവന്തി ദുർഗ് ട്രക്കിങ്ങിന് പോയപ്പം ഒറ്റ മനുഷ്യരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. നമ്മുടെ മഹാരാഷ്ട്ര യാത്രയുടെ ആദ്യത്തെ പാർട്ടാണ്. ഈ ഒരു വെള്ളച്ചാട്ടം ഒരു ചെറിയ വനത്തിനുള്ളിലാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ ആദ്യം തുടക്കത്തിൽ കാണിച്ച ആ ഒരു മലയുടെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. ഈ ഒരു കാട് കടന്നു വേണം അവിടെ എത്താൻ വേണ്ടി. ഏകദേശം ആദ്രൈ ജംഗിൾ ട്രക്കിങ്ങിൻ്റെ ആ ഒരു സെയിം ഫീൽ തന്നെയാണ്. നല്ലൊരു കോടയും തണുപ്പും എല്ലാം ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു ആദ്യത്തെ ഒരു 3 വെള്ളച്ചാട്ടം എടുത്താൽ അതിലൊന്ന് നാനേമാച്ചി ആയിരിക്കും. അതിൻ്റെ ഒപ്പം ഉള്ളത് പിന്നെ കാലു വാട്ടർഫോളും പിന്നെ ദേവ്ഗന്ദ് വാട്ടർഫോളും ആണ്. അതിൽ കാലു വാട്ടർഫോൾ ഓൾറെഡി നമുക്ക് പോകാൻ സാധിച്ചു. ശരിക്കും നാനേമാച്ചി എന്നാണ് ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ. പക്ഷേ നമ്മൾ തുടക്കം തൊട്ട് ഇംഗ്ലീഷിൽ കണ്ടുകൊണ്ട് നാനേമാച്ചി എന്ന് വായിച്ച് അത് ശീലമായി. ഇവിടെയുള്ളവരോട് ചോദിച്ചപ്പോഴാണ് നാനേമാച്ചി എന്നാണ് പറഞ്ഞത്.
410 അടി അഥവാ 125 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഈ ഒരു വാട്ടർഫോൾ വീഴുന്നത്. അതിനൊരു ബ്ലൂയിഷ് കളറുണ്ട്. ആ ഒരു കളറാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വ്യൂ പോയിൻറ്റും അടിപൊളിയാണ്. നമ്മൾ കുറച്ച് ഡിസ്റ്റൻറ്റിൽ നിന്നാണ് ഈ ഒരു വാട്ടർഫോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 ലെയറായിട്ട് അത് വീഴുന്നത് കാണാൻ സാധിക്കും. അതൊരു ഗംഭീര കാഴ്ചയാണ്. ഒരുപാട് റീലിലൊക്കെ നമ്മളിങ്ങനെ കൊതിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ആ ഒരു വ്യൂ പോയിൻ്റ് കാണാനാണ് കൂടുതലൊരു എക്സൈറ്റ്മെൻറ്റ്. പൂനെയിൽ നിന്ന് 175 കിലോമീറ്ററും മുംബൈയിൽ നിന്ന് 240 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. അപ്പോൾ മഹാരാഷ്ട്ര എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗം നമ്മളൊരു ബൈക്ക് ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ട് അതിന് വല്ലതും എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 2 വീലർ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ട്രെയിനിന് കയറ്റി വിട്ട് ഇവിടെ വന്ന് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇവിടുന്ന് റെൻറ്റിന് എടുത്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റും. ഈ ഒരു കാട്ടിൽ അങ്ങനെ അട്ടയൊന്നുമില്ല. നല്ലൊരു ട്രക്കിംഗ് ഷൂസും അതുപോലെ തന്നെ ഒരു റെയിൻ കോട്ടും മാത്രം കരുതിയാലും മതി. ഇവിടുത്തെ കോടയും തണുപ്പൊക്കെ ആസ്വദിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്താൻ പറ്റും. അങ്ങനെ ഏകദേശം ഒരു 40 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഒരു മിഡ് പോയിൻറ്റിൻ്റെ അടുത്തെത്തി. ഈ ഒരു പോയിന്റിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വാട്ടർഫോൾസ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ സാധിക്കുക. ശരിക്കും അവതാർ മൂവിയിലൊക്കെ കാണിക്കുന്ന പോലത്തെ ആ ഒരു ലൊക്കേഷനിലൊക്കെ എത്തിയൊരു ഫീലാണ്. ചുറ്റും കാടും അങ്ങ് കണ്ണത്ത ദൂരത്തോളം ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടവും ഭയങ്കര ഒരു മാജിക്കൽ ഫീലാണ് കേട്ടോ. അപ്പം ആ ഒരു കാഴ്ച ഏറ്റവും നന്നായിട്ട് ആസ്വദിച്ചു. പക്ഷേ ഇനി ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ഫീല് ഏറ്റവും അടുത്തറിയണമെങ്കിൽ ഇതിൻ്റെ ബേസിൽ തന്നെ എത്തണം. അവിടെ നിന്നാണ് നമുക്ക് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാവുക. അടുത്തെത്തും തോറും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നല്ല വഴുക്കലാണ്, അതുപോലെ തന്നെ പുഴ നല്ല ഒഴുക്കുമുണ്ട്. അപ്പം ക്രൗഡൊക്കെ ഉള്ള ദിവസങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് തന്നെ ഇങ്ങോട്ടൊക്കെ കയറാൻ ശ്രദ്ധിക്കുക. ഇത്രയും ക്രൗഡ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങാൻ റോമി ബ്രോയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ പൊതുവെ വെള്ളത്തിലങ്ങനെ ഇറങ്ങാറില്ല, ചെറിയ പേടിയുള്ളത് കാരണം. പക്ഷേ അതിൻ്റെ ഒരു ചോട്ടിൽ വരെ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളച്ചാട്ടം കാണാൻ പോയി ഞാൻ പിന്നെ കുളിച്ചാണ് തിരിച്ചു വന്നത്. നനയാൻ ബാക്കി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബാഗിൻ്റെ അകത്ത് കയറുന്ന എല്ലാ സാധനങ്ങളും വരെ നനഞ്ഞു. അത്രയും ഇൻറ്റൻസിറ്റിയിലാണ് ഇവിടെ വെള്ളം വീഴുന്നത്. പക്ഷേ അതിൻ്റെ കുറച്ച് സൈഡിൽ മാറിയിട്ട് തന്നെ വലിയ ആഴമൊന്നുമില്ല. അവിടെ നമുക്ക് കുളിക്കാനൊക്കെ സാധിക്കും. ക്യാമറ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് മാത്രം നമുക്ക് തൊട്ടടുത്തുനിന്ന് കുറച്ച് നല്ല വിഷ്വൽസ് എടുക്കാൻ പറ്റി. ഇനി റിട്ടേൺ ജേണിയാണ്. അധികം ദൂരമൊന്നുമില്ല. അപ്പം പതുക്കെ റിലാക്സ് ചെയ്ത് തന്നെ നമുക്ക് എത്തിയാൽ മതി. ഈ ഒരു ടീം നമ്മളെ തിരിച്ച് പൻവേലിൽ രാത്രി എത്തിക്കും.
അവിടുന്ന് ഞങ്ങൾക്ക് നാസിക്കിലോട്ടാണ് പോകേണ്ടത്. അടുത്ത ദിവസം ഹരിയാർ ഫോർട്ടും സാധിക്കുമെങ്കിൽ ബ്രഹ്മഗിരിയും കൂടെ ട്രെക്ക് ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. വീഡിയോയുടെ തുടക്കം പറഞ്ഞ പോലെ ഒത്തിരി ടൈറ്റ് ഷെഡ്യൂളുള്ളവരും അതുപോലെ ബസ്സിനൊക്കെ വരാൻ ബുദ്ധിമുട്ടുള്ളവരും മാത്രം പാക്കേജ് എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ച് തന്നെ തിരക്കില്ലാത്ത ദിവസം വന്ന് എൻജോയ് ചെയ്യുക. പൊതുവേ ഞങ്ങൾക്ക് ക്രൗഡ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ ഒരു വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വാട്ടർഫോളാണ് നാനേമച്ചി വാട്ടർഫോൾസ്. അപ്പം നമുക്ക് അടുത്ത ദിവസം ഹരിയാർ ഫോർട്ട് ട്രെക്കിങ്ങിൻ്റെയും ബ്രഹ്മഗിരിയുടെയും കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.